കുട്ടികളെ, അക്ഷരജാലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഉമ്മ ടീച്ചർ. ഇന്ന് നമ്മൾ ഹയർ സെക്കൻഡറി +2 മലയാളത്തിലെ രണ്ടാമത്തെ യൂണിറ്റായ തനതിടം എന്ന ഭാഗത്ത് നിന്നും എടുത്ത് ഫസ്റ്റ് ചാപ്റ്റർ കേശിനി മൊഴി എന്ന ആട്ടക്കഥാ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ആട്ടക്കഥ, കേശിനി മൊഴി എന്ന ആട്ടക്കഥ എടുത്തിട്ടുള്ളത് നളചരിതം ആട്ടക്കഥയിൽ നിന്നാണ്. നളചരിതം ആട്ടക്കഥ എഴുതിയത് ഉണ്ണായി വാര്യർ. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ണായി വാര്യരെ കുറിച്ച് പറഞ്ഞ ഭാഗം വായിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഉണ്ണായി വാര്യർ 1975-നും 1675-നും 1675-നും 1755-നും ഇടയിൽ ജീവിതകാലം എന്ന് പറയപ്പെടുന്നു. വളരെ കൃത്യമായിട്ട് കറക്റ്റായിട്ട് അത് അറിയില്ല, പറയപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. ഇരിങ്ങാലക്കുട അകത്തൂട്ട് വാര്യത്താണ് ജനിച്ചതെന്ന് അഭിപ്രായമുണ്ട്. നളചരിതം ആട്ടക്കഥ എന്ന ഒറ്റ കൃതി കൊണ്ട് മലയാള സാഹിത്യത്തിൽ തൻ്റേതായ സ്ഥാനം നേടിയെടുത്ത കവിയാണ് ഉണ്ണായി വാര്യർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം, ജന്മസ്ഥലം എന്നിവയെക്കുറിച്ചൊക്കെ വിഭിന്നങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. മഹാഭാരതത്തിലെ നളദമയന്തി കഥയെ നാടകീയതയും കാവ്യാത്മകതയും ഒത്തുചേർന്ന കാവ്യമാക്കി ഉണ്ണായി വാര്യർ മാറ്റി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, കേരളത്തിൻ്റെ ശാകുന്തളം എന്ന് നളചരിത ആട്ടക്കഥയെ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ചോദ്യമായിട്ടും വരും. കേരളത്തിൻ്റെ ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതി ഏത്? അത് ഏതാണ്? ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നളചരിതം ആട്ടക്കഥയിൽ നിന്നും എടുത്തിട്ടുള്ള കേശിനി മൊഴി എന്ന ഭാഗമാണ്. നളചരിതം 4-ാം ദിവസത്തിലെ കഥയാണ്. അതാകെ 4 ദിവസങ്ങളിലായിട്ടാണ് ഈ ആട്ടക്കഥ അരങ്ങേറുന്നത്. ആട്ടക്കഥ എന്ന് പറഞ്ഞാൽ കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. അപ്പോൾ ഈ കഥകളി 4 ദിവസങ്ങളിലായിട്ടാണ് ഈ ആട്ടക്കഥ അരങ്ങേറുന്നത്. അതിൽ 4-ാം ദിവസത്തെ കഥയാണ് നമുക്ക് പഠിക്കാനുള്ള കേശിനി മൊഴി. അപ്പോൾ നളചരിതം കഥ കൃത്യമായി അറിയുന്നവർക്ക് മാത്രമേ ഈ കവിതയിലെ ആശയം ശരിക്കും ഉൾക്കൊള്ളാൻ കഴിയൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം നളചരിതം ആട്ടക്കഥ നളചരിതം കഥ ഒന്ന് ചുരുക്കി പറഞ്ഞു തരാം. അപ്പോൾ അതൊന്ന് കേൾക്കുക ആദ്യം, എന്നിട്ട് നമുക്ക് കവിതയിലേക്ക് പോകാം. ഇതിഹാസ പ്രസിദ്ധമായ ഒരു ഇതിവൃത്തമാണ് ഉണ്ണായി വാര്യർ സ്വന്തം കൃതിക്ക് അവലംബമായി സ്വീകരിച്ചിട്ടുള്ളത്. ഉത്കൃഷ്ടമായ പ്രമേയം ഉൾക്കൊള്ളുന്ന ഉത്ബോധനപരമായ ഒരു ഉപാഖ്യാനമാണ് നളചരിതം. മഹാഭാരതം ആരണ്യപർവ്വത്തിലാണ് നളകഥ ആദ്യമായി ആഖ്യാനം ചെയ്യപ്പെട്ടു കാണുന്നത്. ഇതിൽ മഹാഭാരതം ആരണ്യപർവ്വത്തിൽ നിന്നും എടുത്തതാണ്. അപ്പോൾ ഈ നളന്റെ കഥ നമ്മൾ അതുപോലെ ഫസ്റ്റ് യൂണിറ്റിൽ ആദ്യത്തെ ചാപ്റ്റർ ഏതായിരുന്നു? കണ്ണാടി കൺമുളവും. അത് ഏത് പർവ്വത്തിൽ നിന്ന് എടുത്താന്നൊക്കെ നമ്മൾ കണ്ടു. ഏതായിരുന്നത്? മഹാഭാരതത്തിലെ സംഭവ പർവ്വത്തിൽ നിന്നുമാണ് അത് എടുത്തിട്ടുള്ളത്. അതുപോലെ ഇത് നളചരിതം കഥ മഹാഭാരതത്തിലെ ആരണ്യപർവ്വത്തിൽ ഉള്ളതാണ്. മഹാഭാരതത്തിലെ നളോപാഖ്യാനം എങ്ങനെ എന്ന് നമുക്കിനി നോക്കാം. നിഷധ രാജ്യത്തിലെ വീരസേനന്റെ പുത്രനായി നളൻ എന്ന സർവഗുണസമ്പന്നനായ രാജാവ് വാണിരുന്ന കാലം. വിദർഭ രാജാവായ ഭീമന്റെ മകൾ ദമയന്തിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ നളൻ അവളിൽ അനുരക്തനായി. നളന്റെ ഗുണങ്ങൾ കേട്ട ദമയന്തിയും നളനെ മനസാ വരിച്ചിരുന്നു. ഒരിക്കൽ ഉദ്യാനത്തിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന സ്വർണ്ണ നിറമുള്ള അരയന്നത്തെ നളൻ പിടികൂടവേ തന്നെ കൊല്ലാതെ വിട്ടാൽ നളനു വേണ്ടി താൻ ദമയന്തിയുടെ പക്കൽ അനുരാഗദൂത് പോകാമെന്ന് ഹംസം അറിയിച്ചു. ഹംസം എന്ന വാക്കിന്റെ അർത്ഥം അരയന്നം. നളനാൽ വിട്ടയക്കപ്പെട്ട ഹംസം ദമയന്തി സവിധത്തിലെത്തി അവളുടെ വിചാരങ്ങൾ മനസ്സിലാക്കുകയും നളനോടുള്ള അനുരാഗം പൂർവാധികം ഉറപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ നളന്റെ ദൂതനായിട്ട് ആര് പോയിരുന്നു? ദമയന്തിയുടെ അടുത്തേക്ക് ഹംസം, അരയന്നം. അധികം വൈകാതെ ഭീമരാജാവ് ദമയന്തിക്ക് സ്വയംവരം നിശ്ചയിച്ചു. ത്രിലോകവാസികളേവരും ദമയന്തി സ്വയംവരത്തിന് പുറപ്പെട്ടു. ത്രിലോകവാസികൾ 3 ലോകത്തിലെ ആളുകളും ദമയന്തി, ദേവന്മാരുൾപ്പെടെയുള്ളവർ എന്നുള്ള അർത്ഥം, ദമയന്തി സ്വയംവരത്തിന് പുറപ്പെട്ടു. ദമയന്തി സ്വയംവരത്തിന് പുറപ്പെട്ട ഇന്ദ്രാദികളായ ദേവന്മാർ മാർഗ മധ്യേ നളനെ കാണാനിടയായി.
തങ്ങൾക്കു വേണ്ടി ദൂതു പറയാൻ അവർ നളനെ നിർബന്ധിച്ചയച്ചു. ദേവന്മാരിൽ നിന്നു ലഭിച്ച തിരസ്കരണീ മന്ത്രത്തിന്റെ സഹായത്തോടെ അദൃശ്യ ശരീരനായി ദമയന്തി സവിധത്തിലെത്തിയ നളന് രാജകുമാരിക്ക് തന്നോടുള്ള അനുരാഗത്തിന്റെ ആഴം ബോധ്യമായി. നളനിൽ നിന്ന് ദേവാഭ്യർത്ഥന മനസ്സിലാക്കിയ ദമയന്തി ദേവന്മാർ കൂടി സ്വയംവര മണ്ഡപത്തിൽ വന്നുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. നളൻ വിവരമെല്ലാം ദേവന്മാരെ അറിയിച്ചു. സ്വയംവര രംഗത്ത് 5 നളന്മാരെ ഒന്നിച്ചു കണ്ട ദമയന്തി ദേവന്മാരുടെ സൂത്രമാണിതെന്ന് മനസ്സിലാക്കി അവരെ നമസ്കരിച്ചു. പ്രീതരായ ദേവന്മാർ സ്വന്തം രൂപങ്ങൾ കൈക്കൊള്ളുകയും അവരുടെ അനുഗ്രഹത്തോടെ ദമയന്തി നളനെ വരിക്കുകയും ചെയ്തു. ദമയന്തി സ്വയംവരം കേട്ടറിഞ്ഞു പുറപ്പെട്ട കലി എത്തുമ്പോഴേക്കും സ്വയംവരമെല്ലാം കഴിഞ്ഞിരുന്നു. ക്രൂധനായ കലി നള ദമയന്തിമാരെ ശിക്ഷിക്കുമെന്ന് ശപഥം ചെയ്തു. 12 കൊല്ലം നളന്റെ രാജ്യത്തിൽ തക്കം പാർത്തിരുന്ന കലി ഒരു ദിവസം നളനിൽ കടന്നുകൂടി. ഇതിനിടയിൽ നളന് ഇന്ദ്രസേനൻ എന്നൊരു പുത്രനും ഇന്ദ്രസേന എന്നൊരു പുത്രിയും ജനിച്ചിരുന്നു. നള സഹോദരനായ പുഷ്കരനെ കൊണ്ട് കലി നളനെ ചൂതിന് വിളിപ്പിച്ചു. കലി ആവേശിതനായ നളൻ എന്ത് ചെയ്തു? തുടരെ തോറ്റു. എല്ലാം നഷ്ടപ്പെട്ട നളനെ പുഷ്കരൻ നിഷധ മഹാരാജ്യത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്തു. ദമയന്തിയോടൊപ്പം കാട്ടിൽ അഭയം പ്രാപിച്ച നളൻ ദമയന്തിയോട് വിദർഭയിലേക്ക് മടങ്ങാൻ ഉപദേശിച്ചു. പക്ഷേ ആ പതിവ്രതാരത്നം നളനെ വിട്ടുപിരിയാൻ കൂട്ടാക്കിയില്ല. കലി പ്രേരിതനായ നളൻ ഉറങ്ങുന്ന ഭാര്യയെ കാട്ടിലുപേക്ഷിച്ച് യാത്രയായി. ദമയന്തി ഉണർന്നപ്പോൾ നളനെ കാണാതെ കുഴങ്ങി. താമസിയാതെ ഒരു പെരുമ്പാമ്പ് അവളെ വിഴുങ്ങി തുടങ്ങി. കരച്ചിൽ കേട്ട് ഓടിയെത്തിയ കാട്ടാളൻ അവളെ പെരുമ്പാമ്പിൽ നിന്ന് രക്ഷിച്ചു. പക്ഷേ ദമയന്തിയെ രക്ഷിച്ച ഈ കാട്ടാളൻ ഭാര്യയാക്കണമെന്ന ആഗ്രഹം അവളോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ കാട്ടാളനെ അവൾ സ്വശക്തിയാൽ ഭസ്മീകരിച്ചു. നളനെ അന്വേഷിച്ച് യാത്ര തുടർന്ന ദമയന്തി ഒരു വണിക് സംഘത്തെ കണ്ടുമുട്ടി, ഒരു കച്ചവട സംഘത്തെ കണ്ടുമുട്ടി. അവർ അവളെ ചേതി രാജ്യത്തിൽ എത്തിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. നമ്മൾ പ്രിയതമയെ വിട്ടു കാട്ടിൽ അലഞ്ഞ നളൻ കാട്ടുതീയിൽ നിന്ന് തന്നെ പേര് ചൊല്ലി ആരോ വിളിക്കുന്നത് കേട്ടു. തീക്കുള്ളിലേക്ക് കടന്നു ചെന്ന നളൻ ഒരു സർപ്പത്തെ കണ്ടെത്തി രക്ഷിച്ചെങ്കിലും ആ സർപ്പം നളനെ ദംശിക്കുകയാണ് ഉണ്ടായത്. ദംശിക്കുകയാണ് കൊത്തി, സർപ്പം കൊത്തി നളന്. വിഷമേറ്റ് നളൻ വികൃത രൂപിയായി. കാർക്കോടകൻ എന്ന സർപ്പരാജാവാണ് താനെന്നും താൻ ഇപ്രകാരം ചെയ്തത് നളനെ മറ്റുള്ളവർ തിരിച്ചറിയാതിരിക്കുന്നതിനും കലിയെ നള ശരീരത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിനും വേണ്ടിയാണെന്ന് സർപ്പം അറിയിച്ചു. തൽക്കാലം ഋതുപർണന്റെ സാരഥിയായി ജീവിച്ച്, സാരഥി എന്ന് പറഞ്ഞാൽ തേരാളി, തേരോടിക്കുന്ന ആൾ, സാരഥിയായി ജീവിച്ച് അദ്ദേഹത്തിൽ നിന്ന് അക്ഷഹൃദയ വിദ്യ അഭ്യസിക്കണമെന്നും അപ്പോൾ കലി അകന്നു പോവുകയും പുത്രകളത്ര സൗഭാഗ്യം വീണ്ടെടുക്കാൻ കഴിയുകയും ചെയ്യുമെന്ന്, അല്ലെങ്കിൽ വീണ്ടും ഉണ്ടാവുകയും ചെയ്യുമെന്ന് ഈ കാർക്കോടകൻ അറിയിച്ചു. രൂപം തിരിച്ചു കിട്ടാൻ, ഏത് രൂപം? നളന്റെ യഥാർത്ഥ രൂപം തിരിച്ചു കിട്ടാൻ സഹായിക്കുന്ന 2 വസ്ത്രവും നൽകി കാർക്കോടകൻ മറഞ്ഞു. അപ്പോൾ ദമയന്തി ചേതി രാജ്യത്തിലേക്ക് പോയി. ഇത് നളൻ കാട്ടിൽ നിന്നും ഈ കാർക്കോടന്റെ ദംശനമൊക്കെ ഏറ്റ് വികൃത രൂപിയായി. ഏതാണ്? മറ്റൊരു വേഷത്തിലൊക്കെയാണ് ഇപ്പോൾ നളൻ. സുദേവനാൽ കണ്ടുപിടിക്കപ്പെട്ട് കുണ്ഠിന രാജധാനിയിലെത്തിയ ദമയന്തി, സുദേവൻ എന്ന് പറഞ്ഞ ബ്രാഹ്മണനാണ്, നളനെ കൂടാതെ തനിക്ക് ജീവിക്കാനാവില്ലെന്ന് മാതാപിതാക്കളെ അറിയിച്ചു. ഭീമ മഹാരാജാവിന്റെ ആജ്ഞപ്രകാരം നാനാദിക്കിലേക്കും അയക്കപ്പെട്ട ബ്രാഹ്മണരിൽ പർണാദൻ എന്നൊരാൾ ഋതുപർണ സാരഥിയായ ബാഹുകനെ കണ്ടെത്തി.
അപ്പം നളൻ്റെ ആ പുതിയ പേരാണ് ബാഹുകൻ. ബാഹുകൻ എന്ന വാക്കിൻ്റെ അർത്ഥം കുറിയ കൈകളോട് കൂടിയവൻ എന്നാണ്. ബാഹുകനെ കണ്ടെത്തി. ബാഹുകൻ നളനാണെന്ന സൂചന ലഭിച്ച അയാൾ ആ വിവരം ദമയന്തിയെ അറിയിച്ചു. ദമയന്തി സുദേവ ബ്രാഹ്മണനെ ഋതുപർണന്റെ അടുക്കലേക്ക് അയച്ച് ദമയന്തി രണ്ടാം സ്വയംവരം നടത്തുന്ന വിവരം അറിയിച്ചു. കാരണം ഋതുപർണ രാജാവിന്റെ കൊട്ടാരത്തിലാണല്ലോ നളൻ മറ്റൊരു വേഷത്തിലുള്ളത്. അത് മനസ്സിലാക്കിയ ദമയന്തി നളനെ തൻ്റെ കൊട്ടാരത്തിൽ എത്തിക്കുന്നതിനു വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, തൻ്റെ രണ്ടാം സ്വയംവരം ആണെന്ന രീതിയിൽ ഋതുപർണ രാജാവിനൊരു സന്ദേശം അയച്ചു. അപ്പോൾ ആരെയാണ് ആ സന്ദേശം അയച്ചതിന് പറഞ്ഞയച്ചത്? ഒരു ബ്രാഹ്മണനെ, സുദേവ ബ്രാഹ്മണനെ ഋതുപർണന്റെ അടുക്കിലേക്ക് അയച്ചു. ദമയന്തി രണ്ടാം സ്വയംവരം നടത്തുന്ന വിവരം അറിഞ്ഞ ഋതുപർണ രാജാവ് പിറ്റേ ദിവസമാണ് സ്വയംവരമെന്ന് തെറ്റിദ്ധരിച്ച് സാരഥിയായ ബാഹുകനോടൊപ്പം കുണ്ഠിനപുരിയിലേക്ക് തിരിച്ചു. യാത്രാ മധ്യേ ഋതുപർണൻ ബാഹുകനാരാണ്? നമ്മുടെ നളനാണ്. ബാഹുകന് അക്ഷഹൃദയ വിദ്യ ഉപദേശിച്ചു. അതോടെ കലി നളനെ വിട്ടിറങ്ങി. നളൻ കലിയെ കൊല്ലാൻ തുടങ്ങി എങ്കിലും മാപ്പ് അപേക്ഷിക്കയാൽ ക്ഷമിച്ചു. അങ്ങനെ ഋതുപർണന്റെ തേരിൽ നളനെ കാണാതെ ദമയന്തി ദുഃഖിച്ചു. കാരണം നളൻ ഋതുപർണന്റെ കൊട്ടാരത്തിലുണ്ട് എന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഋതുപർണനാണെങ്കിൽ അവിടെ സ്വയംവരത്തിന് പങ്കെടുക്കുക എന്നുള്ള രീതിയിൽ രാജകൊട്ടാരത്തിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ആ തേരിൽ ആരെ കാണുന്നില്ല? ബാഹുകനെ കാണുന്നില്ല. കേശിനി എന്ന തോഴിയെ ബാഹുകന്റെ അടുക്കിലേക്ക് അയച്ച് സത്യമറിയാൻ അവൾ തീരുമാനിച്ചു. നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തിന്റെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. കേശിനി ബാഹുകനുമായി സംസാരിക്കുകയും അയാളുടെ പ്രവർത്തികൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും ചെയ്തു. കേശിനിയിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ കൊണ്ട് ബാഹുകൻ നളൻ തന്നെ എന്ന് ദമയന്തി തീർച്ചയാക്കി. മാതാപിതാക്കളുടെ സമ്മതത്തോടെ ബാഹുകനെ അന്തഃപുരത്തിലേക്ക് വിളിച്ചു വരുത്തി. അവിടെ വെച്ച് നളൻ കാർക്കോടകൻ നൽകിയ വസ്ത്രം ധരിച്ച് സ്വന്തം രൂപം കൈക്കൊണ്ടു. കുറെ നാൾ ഭാര്യയോടും മക്കളോടുമൊപ്പം കുണ്ഠിനത്തിൽ താമസിച്ച നളൻ പിന്നീട് ചെറിയൊരു സേനയുമായി നിഷധരാജ്യത്തു ചെന്ന് പുഷ്കരനെ ചൂതിനു വിളിച്ചു. നിശേഷം പരാജയപ്പെട്ട അനുജന് നളൻ മാപ്പു നൽകുകയും സ്വന്തം രാജധാനിയിൽ ഭാര്യയോടും മക്കളോടുമൊപ്പം സസുഖം വാഴുകയും ചെയ്തു. ഇതാണ് നളചരിതം ആട്ടക്കഥയിലെ നളചരിതം കഥ. മഹാഭാരതത്തിലെ നളചരിതം കഥയാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. നമ്മളിനിപ്പോൾ നളചരിതം ആട്ടക്കഥയിലെ 4ാം ദിവസത്തെ കഥ കേശിനി മൊഴിയാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം. അപ്പം നിങ്ങളിപ്പോൾ ഈ കഥ മനസ്സിലാക്കിയല്ലോ. നള ദമയന്തിമാരുടെ പ്രണയവും പിന്നെ കലി ആവേശിതനായ നളൻ ചെയ്ത കാര്യങ്ങളും അവസാനം എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യം അപ്പം നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് നമ്മുടെ കവിതയിൽ കേശിനി മൊഴി എന്ന ഈ കവിതയിൽ ഏതെല്ലാം കാര്യം ആട്ടക്കഥാഭാഗത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു നോക്കാം. അപ്പോൾ ഉണ്ണായി വാര്യരുടെ നളചരിത ആട്ടക്കഥയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ കേശിനി മൊഴി. നിങ്ങൾ ടെക്സ്റ്റിൽ അതിൻ്റെ സൈഡിലായിട്ട് ഈ ആട്ടക്കഥാഭാഗത്തിൻ്റെ ഒരു വിശദമായൊരു സംഭവം പറയുന്നുണ്ട്. അതൊന്ന് വായിക്കാം നമുക്ക്. ഋതുപർണനോടൊപ്പം തേരാളിയായി വന്നത് നളൻ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുന്നതിനായി ദമയന്തി വിദഗ്ധയായ തോഴി കേശിനിയെ പറഞ്ഞയക്കുന്നു. കേശിനി ബാഹുകനെ നേരിൽ കണ്ട് സംസാരിക്കുകയും തുടർന്ന് ബാഹുകന്റെ പ്രവർത്തികൾ ഒളിഞ്ഞിരുന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഈ വിവരങ്ങൾ കേശിനി ആരെ അറിയിക്കുകയാണ്? സ്വകാര്യമായി ദമയന്തിയെ അറിയിക്കുന്നതാണ് നമ്മുടെ പാഠസന്ദർഭം. കേശിനിയുടെ വിവരണങ്ങളിൽ നിന്ന് ബാഹുക വേഷധാരിയായി കൊട്ടാരത്തിലെത്തിയത് നളനാണെന്ന് ദമയന്തി ഉറപ്പിക്കുന്നു. നൈഷധനിവൻ താൻ ഒരു ഈശലില്ലാമേ നിർണയം എന്ന് തുടർന്ന് ദമയന്തി ആത്മകഥം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് കഥയുടെ തുടക്കം. എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ കേശിനി പോകുന്നതും കേശിനി എങ്ങനെയാണ് അത് നളനാണോ എന്ന കാര്യം കണ്ടെത്താൻ ശ്രമിക്കുന്നതും കണ്ട കാര്യങ്ങൾ ദമയന്തിയെ അറിയിക്കുന്നതും ആ ദമയന്തിയോട് കേശിനി ഈ കാര്യങ്ങൾ പറഞ്ഞത് കേട്ടപ്പോൾ ദമയന്തി മനസ്സിലാക്കുകയാണ് അത് ആരാണെന്ന്, നളനാണ് എന്നുള്ള കാര്യം.
അപ്പോൾ നമുക്കിനി ആ കവിതയിലേക്ക് ആട്ടക്കഥാഭാഗത്തിലേക്ക് പോകാം. കേശിനി മൊഴി. അപ്പോൾ 6ാം രംഗം 4 ഭാഗങ്ങളായിട്ടുള്ളതിലാണ്. ആ 4ാം ഭാഗത്തു നിന്നും ഭൈമി ഗൃഹത്തിലാണത്. ഭൈമി എന്ന് പറഞ്ഞാൽ ഭീമന്റെ മകൾ. ആരാണത്? ദമയന്തി. ഭൈമി ഗൃഹം ശ്ലോകമാണ്. അപ്പോൾ ശ്ലോകമെന്നും അതുപോലെ പദമെന്നും 2 കാര്യങ്ങൾ. ഈ ശ്ലോകം എന്ന് പറഞ്ഞാൽ 2 പദങ്ങൾക്കിടയിലെ കഥാപരമായ വികാസത്തിന്റെ സൂചന നൽകുന്നത് ശ്ലോകത്തിലൂടെയാണ്. പദം എന്ന് പറഞ്ഞാൽ കഥാപാത്രത്തിന്റെ സംഭാഷണം കഥകളിയിൽ പദം അഭിനയിക്കുന്നു. കഥകളിയിൽ പദങ്ങളാണല്ലോ ഉണ്ടാവുക. കഥകളി പദങ്ങൾ എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ നോക്കാം ശ്ലോകം എന്താണെന്ന് കേൾക്കാം. നിങ്ങളുടെ ആട്ടക്കഥ പഠിക്കാനുള്ള കേശിനി മൊഴി എന്ന ആട്ടകഥാ ഭാഗത്തിലെ ശ്ലോകം. വെളിച്ചമേ ചെന്ന് തിരഞ്ഞോരോന്നേ കളിച്ചവൻ ചൊന്നതു കേട്ടുപോന്നു. ഒളിച്ചു പിന്നൊട്ടു ധരിച്ചു ദൂതി വിളിച്ചു ഭൈമിയും വിജനേ പറഞ്ഞാൾ. എന്താ പറഞ്ഞ? വെളിച്ചമേ ചെന്നു തിരഞ്ഞോരോന്നേ കളിച്ചവൻ ചൊന്നതു കേട്ട് പോന്നു. അപ്പോൾ നേരെ വെളിച്ചമേ ചെന്നെന്ന് പറഞ്ഞാൽ നേരിട്ട് ചെന്ന്, വെളിച്ചത്തിൽ ചെന്നെന്ന് പറഞ്ഞാൽ നേരിട്ട് ചെന്ന്, ഒളിച്ചു ചെന്നിട്ടല്ല, നേരിട്ട് ചെന്ന് ഈ ബാഹുകനോട് പല കാര്യങ്ങളും ആരാഞ്ഞപ്പോൾ കളിച്ചവൻ ചൊന്നതു കേട്ടുപോന്നു. അവൻ തമാശ രൂപത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ഈ ദൂതി എന്ത് ചെയ്തു? തിരിഞ്ഞു പോന്നു. എന്നിട്ട് എന്താ ചെയ്ത്? ഒളിച്ചു പിന്നോട്ടു ധരിച്ചു ദൂതി. പിന്നെ ഇവന്റെ പ്രവർത്തികൾ, ആ ബാഹുകന്റെ ചെയ്തികൾ ഒളിച്ചു നിന്നു നിരീക്ഷിച്ചു. വിളിച്ചു ഭൈമിയും വിജനേ പറഞ്ഞാൾ. എന്നിട്ട് ഭൈമിയെ സ്വകാര്യമായി വിളിച്ച് താൻ കണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഈ ബ്രാക്കറ്റിൽ അത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് വിവരണം നോക്കൂ. അനന്തരം ചിന്താമഗ്നയായി ഭൈമി പ്രവേശിക്കുന്നു. ഉടനെ കേശിനി വന്ന് ചുമലിൽ കൈവച്ചു കുലുക്കി വിളിക്കുന്നു. ഭൈമി കേശിനിയെ കണ്ട് സന്തോഷിക്കുന്നു. അപ്പോൾ ഇനി കേശിനി പറയുന്നതാണ്. എന്താണ് കേശിനി പറയുന്നത് നോക്കാം. ദമയന്തിയോട് കേശിനി പറയുന്ന ഭാഗങ്ങളാണ് ഇനി നോക്കാം എന്തൊക്കെയാണെന്ന്. പൂമാതിനൊത്ത ചാരുതനോ വൈദർഭി കേൾ നീ. പൂമാതിനൊത്ത ചാരുതനോ. പൂമാത് എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവി. ലക്ഷ്മി ദേവിക്ക് തുല്യയായ മനോഹരിയായ ശരീരമുള്ളവളെ. ചാരു എന്ന് പറഞ്ഞാൽ മനോഹരം, തനു എന്ന് പറഞ്ഞാൽ ദേഹം, ശരീരം. അപ്പൊ ചാരുതനോ അല്ലയോ സുന്ദരി. ലക്ഷ്മി ദേവിക്ക് തുല്യയായ സുന്ദരിയായ ആര്? വൈദർഭി. വിദർഭ രാജാവിന്റെ മകൾ അല്ലയോ ദമയന്തി. കേൾ നീ കേട്ടാലും. പുരുഷരത്നമീ ബാഹുകനോ ധീമാൻ. അവൻ എന്നോട് നാമവും വാർത്തയും ചൊന്നാൻ. രത്നമീ ബാഹുകനോ. പുരുഷരത്നം എന്ന് വെച്ചാൽ എന്താണ്? പുരുഷരത്നം എന്ന് പറഞ്ഞാൽ പുരുഷന്മാരിൽ വളരെ മഹത്തരമായ അല്ലെങ്കിൽ വളരെ മേന്മയുള്ള ഒരാൾ തന്നെയാണ് ഈ ബാഹുകനോ ധീമാൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാനായ അവൻ എന്നോട് നാമവും വാർത്തയും ചൊന്നാൻ. അവന്റെ പേരും അവന്റെ കാര്യങ്ങളും എന്നോട് പറഞ്ഞു. അവൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇനി കേശിനി എന്ത് ചെയ്യുന്നത്? ദമയന്തിയോട് പറയുകയാണല്ലോ. എന്താ പറഞ്ഞതെന്നുള്ളതാണ്. നളനില്ലൊരപരാധം പോൽ ഉണ്ടെന്നാകിലും കുലനാരിക്കരുത് കോപം പോൽ. നളനില്ലൊരപരാധം പോൽ. നളനെ കുറിച്ചാണല്ലോ ബാഹുകന്റെ അടുത്ത് നിന്നിട്ട് കേശിനി എന്ത് ചെയ്യണം? ദമയന്തി വിട്ടത് എന്തിനാണ്? നളൻ എവിടെയെന്ന് അറിയാനാണല്ലോ. അപ്പൊ തേരാളിയായിരിക്കുന്ന ബാഹുവിനോട് അന്വേഷിക്കുകയാണ് നളനെ കുറിച്ച്. അപ്പോൾ ബാഹുകൻ പറയുകയാണ്. ബാഹുകൻ ആരാണെന്ന് നമുക്കറിയാം. ആരാണ്? ബാഹുക വേഷധാരിയായ നളൻ തന്നെയാണത്. അപ്പോൾ ബാഹുകൻ പറഞ്ഞെന്താണ്? നളനില്ലൊരപരാധം പോൽ ഉണ്ടെന്നാകിലും കുലനാരിക്കരുത് കോപം പോൽ. നളനിൽ കുറ്റമൊന്നുമില്ല. ഇനി എന്തെങ്കിലും ചെറിയ തെറ്റ് അദ്ദേഹത്തിൽ ഉണ്ടെങ്കിലും കുലനാരിക്കരുത് കോപം പോൽ. കുലനാരി എന്ന് പറഞ്ഞാൽ നല്ല കുലത്തിൽ ജനിച്ചവൾ. നല്ല കുലത്തിൽ ജനിച്ചവളായ കുലനാരിയായ ദമയന്തിയെ പോലുള്ളവർക്ക് ഒരിക്കലും കോപം അരുത്. കോപം പോൽ. ഖലനല്ല വാക്കു കേട്ടാൽ. ഖലനല്ല, ആളൊരു കള്ളനല്ല. ഖലനല്ല വാക്കു കേട്ടാൽ. ചലമുണ്ടെന്നതും തോന്നും. അതിൽ ആ വാക്കിൽ ചതിയുണ്ടെന്നും തോന്നുന്നില്ല. പലതും പറഞ്ഞു പിന്നെ ഫലിതമെത്രയേ പാർത്തോളം. അവൻ പല കാര്യങ്ങളും പറഞ്ഞു. കേട്ടിടത്തോളം എല്ലാം തമാശ രൂപത്തിലാണ് പറഞ്ഞതെങ്കിലും കേട്ടിടത്തോളം അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയായ രൂപത്തിലുള്ളതാണെന്ന് നമുക്ക് തോന്നും.
അടുത്തതായിട്ട് അവൾ ഒളിച്ചു നിന്ന് കണ്ട കാര്യങ്ങളാണിത്. ഇനി അന്നാദിപാക സംഭാരം സ്വാമി നിയോഗാൽ വന്നതു കണ്ടേൻ അന്നേരം. അപ്പോൾ അന്നാദിപാക സംഭാരം, അപ്പോൾ ഭക്ഷണം പാകം ചെയ്യുന്നതിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം സ്വാമി നിയോഗാൽ അവിടെ എത്തിച്ചേർന്നു. സ്വാമി എന്ന് പറഞ്ഞാൽ ഇവിടെ ഋതുപർണ രാജാവ്. ഋതുപർണ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം നളന്റെ അരികിലേക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതിന് ആവശ്യമായ പദാർത്ഥങ്ങളെല്ലാം എത്തിച്ചേർന്നു. ഇതെല്ലാം അവൾ ഒളിഞ്ഞു നിന്ന് കണ്ടതാണ്. കുംഭേ നിറഞ്ഞു നീരം കുതുകം എത്രയും പാരം. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുടത്തിൽ വെള്ളം നിറയുകയും കുതുകം എത്രയും പാരം, അതിൽ വലിയ കൗതുകം തോന്നി. കാരണം വെള്ളം ആരും കൊണ്ടൊഴിക്കുന്നില്ല. കുംഭത്തിൽ കുംഭം എന്ന് പറഞ്ഞാൽ കുടം, നീരം എന്ന് പറഞ്ഞാൽ വെള്ളം നിറയുകയും ദമ്പം കൂടാതെ ഘോരദഹനൻ കത്തി ഉദാരം, ഒരു പ്രയാസവുമില്ലാതെ അഗ്നി അടുപ്പിൽ ജ്വലിക്കുകയും ചെയ്തു. ഈ രണ്ട് കാര്യങ്ങളും ദമയന്തിയോട് തോഴി പറയുകയാണ്. കേശിനി താൻ ഒളിച്ചു നിന്ന് കണ്ട കാര്യം പറയുകയാണ്. എന്നിട്ട് എന്ത് ചെയ്ത് നളൻ ചെയ്ത ബാക്കി കാര്യങ്ങൾ വേഗേന വെച്ചങ്ങൊരുങ്ങി, വേഗം ഭക്ഷണം എല്ലാം വെച്ച് ഒരുക്കി കൊണ്ടങ്ങു ചെന്നു സാകേതപതിയെ വണങ്ങി. സാകേതപതി ഋതുപർണ രാജാവ്. ആ പാകം ചെയ്ത ഭക്ഷണവുമായിട്ട് ഋതുപർണ രാജാവിൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തെ വണങ്ങി ആ ഭക്ഷണ പദാർത്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെ അരികിൽ കൊണ്ടുവച്ച് പോന്നു തേരിൽ ഒതുങ്ങി തിരിച്ച് തേരിൽ വന്ന് ഇരുന്നു. പൂനിര കണ്ടു മങ്ങി. അപ്പോൾ അവിടെ തേരിൽ വിധാനിച്ചിരുന്ന പൂനിരകളെല്ലാം മങ്ങിക്കിടക്കുന്നത് കണ്ട നളൻ അവമർദ്ദന തുടങ്ങി. അവയെല്ലാം കയ്യിലിട്ട് ഞെരിച്ചു, അടിച്ചു. അപ്പോൾ അവകൾ അപ്പോൾ വിളങ്ങി. പക്ഷെ കയ്യിലിട്ട് ആ പൂക്കളെടുത്ത് ഞെരിച്ചപ്പോൾ അവ നശിച്ചു പോവുകയല്ല ചെയ്തത്. അവകൾ അപ്പോൾ എന്ത് ചെയ്തു? വിളങ്ങി. ആ പൂക്കളെല്ലാം നല്ല പുതുപൂക്കളെ പോലെ വിളങ്ങി. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആര് കണ്ടു? നമ്മുടെ കേശിനി ഒളിച്ചു നിന്നു കണ്ടു. കേശിനി പോകുന്നു, ഭൈമി ചിന്താകുലയായിരിക്കുന്നു. അപ്പോൾ ഈ സംഭവമാണ് കേശിനി താൻ കണ്ട കാര്യങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കാൻ നമുക്ക് ദമയന്തിക്ക് ഈ കാര്യം എങ്ങനെ മനസ്സിലായി? ഈ രണ്ട് കാര്യം കേട്ടപ്പോഴാണ്. ഒന്ന്, കുടത്തിൽ വെള്ളം നിറഞ്ഞതും അഗ്നി ജ്വലിച്ചതും. കാരണം അത് അവിടെ ആരും ഒന്നും സഹായത്തിന് വന്നിട്ടില്ല. നളൻ അവിടെ തന്നെ നിന്നു. അപ്പം നളൻ മനസ്സാ ആഗ്രഹിച്ചപ്പോൾ വെള്ളം നിറഞ്ഞാണ്. എന്ന് വെച്ചാൽ നള ദമയന്തി സ്വയംവര സമയത്ത് നളനെ അനുഗ്രഹിച്ചിരുന്നു ഈ ദേവന്മാർ. സ്വയംവര മണ്ഡപത്തിലേക്ക് വന്ന ദേവന്മാർ അനുഗ്രഹിച്ചിരുന്നു. അതിൽ എപ്പോൾ വേണമെങ്കിലും നിനക്ക് ഞാൻ സ്വായത്തമാകും എന്ന് വെള്ളം ലഭിക്കുമെന്ന് വരുണനും, പിന്നെ അതുപോലെ അഗ്നി എപ്പോൾ നീ ആഗ്രഹിച്ചാലും നിനക്ക് സ്വായത്തമാകും, നിന്റെ ഇഷ്ടപ്രകാരം അതിനെ ലഭിക്കും എന്നും പറഞ്ഞിരുന്നു. ഈ അനുഗ്രഹം ആർക്കറിയാം? ദമയന്തിക്ക്. അത് നളന് കിട്ടിയ അനുഗ്രഹമാണെന്നും അറിയാം. അപ്പം അതുകൊണ്ടാണ് ദമയന്തി എന്ത് ചിന്തിച്ചത്? ഈ കേശിനി പറഞ്ഞപ്പോൾ, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ എന്ത് നൈഷതൻ ഇവൻ താൻ ഒരു ഈശലില്ലാമേ നിർണയം എന്ന് ഉറപ്പിച്ചത്. അപ്പോൾ ഇതാണ് ഏത് നളചരിതം ആട്ടക്കഥയിലെ കേശിനി മൊഴി എന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ പറയാം. അടുത്ത ചാപ്റ്ററിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ. ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വായിച്ചു നോക്കി ഈ പറഞ്ഞ ആശയം വെച്ചിട്ട് നിങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതാൻ കഴിയും. അപ്പോൾ ഓക്കെ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഈ അക്ഷരജാലം എന്നെൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. തുടർന്നിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.